മക്കളെ, നമുക്ക് വളരെ മനോഹരമായ ഒരു കവിത പഠിക്കാം. പ്യാർ എന്നാണ് നിങ്ങളുടെ കവിതയുടെ പേര്. 7ാം ക്ലാസ്സിലെ മക്കൾക്ക് വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ് പഠിക്കാനുള്ളത്. ചെറിയ കവിതയാണെങ്കിലും അർത്ഥവത്തായിട്ടുള്ള നല്ലൊരു കവിതയാണിത്. ഗുദ് സേ പ്യാർ എന്നാണ് നിങ്ങളുടെ കവിതയുടെ പേര്. എന്താണ്? ഗുദ് സേ പ്യാർ. എഴുതിയിരിക്കുന്നത് ആരാണ്? ശോഭനാഥ് യാദവ്. ആരാണ് എഴുതിയിരിക്കുന്നത്? ശോഭനാഥ് യാദവ് ആണ് ഗുദ് സേ പ്യാർ എന്ന കവിത എഴുതിയിരിക്കുന്നത്. നമുക്കിതിൽ ആദ്യം തന്നെ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? പ്യാർ എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. എന്താണ് പ്യാർ എന്ന് പറഞ്ഞാൽ? പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹം. എന്താണ് പ്യാർ? സ്നേഹം. സ്നേഹം, അതായത് സ്നേഹമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് അല്ലേ. അച്ഛനോട് സ്നേഹം, അമ്മയോട് സ്നേഹം, കൂട്ടുകാരോട് സ്നേഹം അല്ലേ. എല്ലാവരോടും എന്താണ്? സ്നേഹം. പരസ്പരം സ്നേഹം ഉണ്ടായിരിക്കാം. പരസ്പര സ്നേഹമുള്ളിടത്താണ് ഐശ്വര്യം ഉണ്ടാകുക അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ചാപ്റ്ററിൽ തന്നിരിക്കുന്ന ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ വളരെ വലിയൊരു വൃക്ഷമാണ് ഇവിടെ കാണുന്നത്. വളരെ വലിയ വൃക്ഷമാണ്. ഈ വൃക്ഷത്തിൽ എന്തൊക്കെയാണുള്ളത്? ഒരുപാട് കായ്കളുണ്ട് അല്ലേ. പഴങ്ങളുണ്ട് ഈ വൃക്ഷത്തിൽ. ആ പഴങ്ങൾ ആരൊക്കെയാണ് കഴിക്കുന്നത്? കിളികളും കുരങ്ങന്മാരും. അതുപോലെ തന്നെ താഴെ പഴങ്ങൾ പെറുക്കുന്നത് ആരൊക്കെയാണ്? ഒരമ്മ, ഒരു യുവതി, ഒരു സ്ത്രീ ഉണ്ട് അല്ലേ. ഒരു സ്ത്രീ ഉണ്ട്. ഒരു കുട്ടി അവിടെ എന്തോ ചിന്തിച്ചു നിൽക്കുന്നു, ഒരു ആൺകുട്ടി. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു? പഴങ്ങളെല്ലാം പെറുക്കിയിട്ട് കൊട്ടയിൽ വെക്കുന്നു അല്ലേ. വളരെ മനോഹരമായ ഒരു ചിത്രം. അപ്പൊ ഈ വൃക്ഷം എന്താണ് ഇവിടെ ചെയ്യുന്നത്? വൃക്ഷം സ്നേഹത്തോടെ അതിൻ്റെ കായ്കനികൾ, അതിലുണ്ടായിട്ടുള്ള പഴങ്ങൾ സ്നേഹത്തോടെ എല്ലാവർക്കും നൽകുകയാണ് അല്ലേ. എല്ലാവർക്കും നൽകുന്നു, എല്ലാ ജീവജാലങ്ങൾക്കും അതിലുണ്ടായിട്ടുള്ള പഴങ്ങൾ ആ വൃക്ഷം എല്ലാ ജീവജാലങ്ങൾക്കും നൽകുകയാണ്. വൃക്ഷം നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? തണൽ തരുന്നു അല്ലേ. വൃക്ഷം തണൽ തരുന്നുണ്ട്, പഴങ്ങൾ തരുന്നുണ്ട്. അപ്പൊ ഈ ചിത്രത്തിൽ എന്താണുള്ളത്? യഹ് ചിത്ര ആപ്സെ ക്യാ ബതാ രഹാ ഹേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചിത്രം നിങ്ങളോട് എന്താണ് പറയുന്നത്? ഈ ചിത്രം എന്താണ് പറയുന്നത്? ചിത്രത്തിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈ ചിത്രം നിങ്ങളോട് എന്ത് പറയുന്നതായിട്ടാണ്? പേട് പ്രകൃതി കാ വരദാൻ ഹേ എന്നാണ് ഈ ചിത്രത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. എന്താണ്? പേട് പ്രകൃതി കാ വരദാൻ ഹേ. പേട് പറഞ്ഞ എന്താണ്? മരം. മരം പ്രകൃതിയുടെ വരദാനമാണ്. പേട് പ്രകൃതി കാ വരദാൻ ഹേ. സഭി ജീവ ജന്തുओं को पेड़ फल और छाया देता है. എല്ലാ ജീവജാലങ്ങൾക്കും മരം എന്തൊക്കെ നൽകുന്നുണ്ട്? ഫൽ ഔർ ഛായ. എന്താ ഫൽ പറഞ്ഞാൽ? ഫൽ പറഞ്ഞാൽ പഴങ്ങൾ. പഴങ്ങളും പിന്നീട് എന്താണ് നൽകുന്നത്? ഛായ. എന്താ ഛായ പറഞ്ഞാല്? നമ്മൾ കുടിക്കുന്ന ചായ അല്ല. എന്താണ് ഛായ പറഞ്ഞാൽ? എന്താ ഛായ എന്ന് പറഞ്ഞാല്? തണൽ. ഛായ എന്ന് പറഞ്ഞാൽ എന്താണ്? തണൽ. അപ്പൊ മരം എന്തൊക്കെയാ നൽകുന്നത്? പഴങ്ങൾ നൽകുന്നു, തണൽ നൽകുന്നു, പൂക്കളും നൽകുന്നുണ്ട് അല്ലേ. എന്താ നൽകുന്നത്? പൂക്കളും നൽകുന്നു. പഴങ്ങളും പൂക്കളും അതുപോലെ തന്നെ തണലും നൽകുന്നുണ്ട്. എന്ത്? മരം അല്ലേ. ഫൽ, ഛായ, പിന്നെ എന്താണ്? ഫൂൽ പറഞ്ഞാൽ എന്താണ്? പൂക്കൾ നൽകുന്നു. ഈ മരത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പേര് പറയാം. ഇതെന്താണ്? ചിടിയ അല്ലേ. പക്ഷിക്ക് എന്താണ് പറയുന്നത്? ചിടിയ. എന്താണ് പക്ഷിക്ക് പറയുന്നത്? ചിടിയ. എന്താ പറയുന്നത്? ചിടിയ അല്ലേ. എന്താണ് പക്ഷിക്ക് പറയാ? ചിടിയ എന്നാണ് പക്ഷിക്ക് പറയുന്നത്. നമ്മളിവിടെ ഒരു ചിടിയ പഴം കഴിക്കുന്നത് കണ്ടു. പിന്നെ എന്താണ് നമ്മൾ കണ്ടത്? ഒരു കുരങ്ങൻ ഉണ്ടല്ലേ. കുരങ്ങൻ എന്താ പറയാ? ബന്ദർ. എന്താ പറയുന്നത്? ബന്ദർ എന്നാണ് കുരങ്ങന്
പറയുന്നത്? ബന്ദർ. അപ്പോൾ ബന്ദർ പഴം കഴിക്കാൻ വേണ്ടിയിട്ട് കൈകളിൽ പഴം കയ്യിൽ വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ബന്ദർ, ഒരു ബന്ദർ ഇതാ പഴവും കയ്യിലെടുത്തോണ്ട് താഴേക്ക് തൂങ്ങി ഇറങ്ങുകയാണ് അല്ലേ. ഇനി ഇവിടെ ആരാ നിൽക്കുന്നത്? ഒരു ലഡുക്ക. ആരാണിത്? ലഡുക്ക. ലഡുക്ക പറഞ്ഞാൽ ആരാണ്? ആൺകുട്ടി. ആൺകുട്ടിക്കാണ് ലഡുക്ക എന്ന് പറയുന്നത്. ലഡുക്ക. ആരാണ് ലഡുക്ക? ആൺകുട്ടി. ആൺകുട്ടിയാണ് ലഡുക്ക. ഇതാരാണ്? ഇതൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടിക്ക് എന്താ പറയുന്നത്? ലടുക്കി. പെൺകുട്ടിക്ക് എന്താ പറയുന്നത്? ലടുക്കി. ലടുക്കി എന്നാണ് പെൺകുട്ടിക്ക് പറയുന്നത്. ഓക്കെ, എന്താണ് പെൺകുട്ടിക്ക് പറയുന്നത്? ലടുക്കി. ലടുക്കി എന്നാണ് പെൺകുട്ടിക്ക് പറയുന്നത്. ഇനി ഇവിടെ ആരാണുള്ളത്? ഒരു സ്ത്രീ ഉണ്ട് അല്ലേ. സ്ത്രീക്ക് എന്താ പറയുന്നത്? ഔരത്ത്. ഔരത്ത്. ഔരത്ത് പറഞ്ഞ എന്താണ്? സ്ത്രീ. ഔരത്ത്. ഔ ര പിന്നെ താന്നെഴുതുക. സോറി, പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ താ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ എന്താ എഴുതേണ്ടത്? താ എന്ന് എഴുതാം. ഔരാന്നെഴുതി. പിന്നെ അടുത്തത് താ. റെഡി ആവണില്ല. അടുത്തത് എഴുതേണ്ടതാണ് താ. താ എഴുതാൻ അറിയില്ല നിങ്ങൾക്ക്? അതുപോലെ താ എന്ന് എഴുതാം. എന്താണിത്? ഔരത്ത്. ഔരത്ത് പറഞ്ഞ ആരാണ്? സ്ത്രീ. ഈ സ്ത്രീക്കാണ് എന്ത് പറയുന്നത്? ഔരത്ത്. സ്ത്രീ. ഔരത്ത് സ്ത്രീ. ലടുക്കി, ലടുക്ക, ഔരത്ത്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഈ ഔരത്തും ഈ ലടുക്കിയും എന്താണ് ചെയ്യുന്നത്? പഴങ്ങൾ പെറുക്കുന്നു അല്ലേ. പെറുക്കിയിട്ട് എവിടെയാണ് വെക്കുന്നത്? കൊട്ടയിൽ വെക്കുന്നു. കൊട്ടയ്ക്ക് എന്താ പറയുക? ടോക്കരി. എന്താ പറയുന്നത് കൊട്ടയ്ക്ക്? ടോക്കരി. ടോക്കരി എന്നാണ് പറയുന്നത്. അരിവാൾട്ട. ടോക്കരി എഴുതുന്നത് എങ്ങനെയാണ്? അരിവാൾട്ടയാണ് ടോക്കരി എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട. അങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഇടാം. അങ്ങനെ ഇട്ടിട്ട് ഠ, പിന്നെ ടോ. ടോ ടോ. അപ്പൊ ടോ എന്നായി. ടോ, പിന്നീട് ക. ടോ ക. രീ. രാന്ന് എഴുതാൻ അറിയില്ലേ? രാന്ന് എഴുതുക. ഈ എന്ന ചിഹ്നം ഇടാം. ടോക്കരി. ടോക്കരി പറഞ്ഞാൽ എന്താണ്? കൊട്ട. ഇതിനാണ് എന്ത് പറയുന്നത്? ടോക്കരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ മരത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് പഠിച്ചു. മരത്തിൽ എന്താ പറയുന്നത്? പേട് അല്ലേ. മരത്തിൽ എന്താ പറയുന്നത്? പേട്. മരത്തിൽ എന്തൊക്കെയാണുള്ളത്? മരത്തിൽ പക്ഷികളും അതുപോലെ തന്നെ ബന്ദർ, പിന്നെ പഴങ്ങളുണ്ട്. താഴെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു സ്ത്രീയും ഉണ്ട് അല്ലേ. അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. ശോഭനാഥ് യാദവാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമായ കവിതയാണ്. ഗുദ് സേ പ്യാർ. ഗുദ് സേ പ്യാർ. എന്താ ഗുദ് സേ പ്യാർ പറഞ്ഞാല്? ഗുദ് പറഞ്ഞ സ്വയം. എന്താണ് ഗുദ്? ഗുദ് എന്നാൽ സ്വയം. ഗുദ് സ്വയം. ഗുദ് എന്നാൽ എന്താണ്? സ്വയം. പ്യാർ പറഞ്ഞ നേരത്തെ പറഞ്ഞതാണ് സ്നേഹം. പ്യാർ എന്താണ്? സ്നേഹം. അപ്പൊ ഗുദ് സേ പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം സ്നേഹിക്കുക. സ്വയം സ്നേഹിക്കുക എന്നാണ് ഗുദ് സേ പ്യാർ എന്ന് പറഞ്ഞാൽ. ശോഭനാഥ് യാദവാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. കവിതയുടെ പേരും കവിത എഴുതിയ കവയിത്രിയുടെ പേര് നിർബന്ധമായിട്ട് പഠിക്കുക. ശോഭനാഥ് യാദവ് എഴുതി പഠിക്കുക. ഓക്കെ. सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. सूरज अपनी आग से. सूरज എന്ന് പറഞ്ഞാൽ സൂര്യൻ. അപ്പനി സ്വന്തം. ആഗ് അഗ്നി. അഗ്നി പ്രകാശം വെളിച്ചം എന്നൊക്കെ പറയും. സൂര്യനിൽ നിന്ന് എന്താ ഉണ്ടാവുന്നത്? ചൂട് അല്ലേ. സൂര്യന്റെ വെളിച്ചത്തിന് ചൂടുണ്ട്, പ്രകാശമുണ്ട് അല്ലേ. ആഗ് പറഞ്ഞാൽ അതൊക്കെ അർത്ഥമാക്കുന്നുണ്ട്. സൂരജ് അപ്പനി ആഗ് സേ ഇത്തന പ്യാർ കരേക്കി. ഇത്രമാത്രം സ്നേഹിക്കുന്നു. സൂര്യൻ തൻ്റെ പ്രകാശത്തിനെ, തൻ്റെ വെളിച്ചത്തിനെ, തൻ്റെ ചൂടിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നു. ആഗ് പറഞ്ഞ അഗ്നി എന്നുകൂടെ അർത്ഥമുണ്ട്. ആഗ് എന്താണ്? അഗ്നി. സൂര്യൻ തൻ്റെ അഗ്നിയെ, വെളിച്ചത്തെ, പ്രകാശത്തെ, ചൂടിനെ ഒക്കെ ഇത്രമാത്രം സ്നേഹിക്കുന്നു. എത്രമാത്രം സ്നേഹിക്കുന്നു? വഹ് ദേ സകേ ആഗ് ദുനിയാ കോബി. ആ അഗ്നി, ആ പ്രകാശം എല്ലാവർക്കും നൽകാൻ മാത്രം സൂര്യൻ്റെ ആഗ്
അഗ്നിയെ സ്നേഹിക്കുന്നു. അതായത് സൂര്യൻ്റെ അഗ്നിയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ആ സ്നേഹം എല്ലാവർക്കും നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു. എല്ലാവർക്കും സൂര്യൻ വെളിച്ചം നൽകുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ. दरख्त अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. ദരഖ്ത് എന്ന് പറഞ്ഞാൽ വൃക്ഷം. ദരഖ്ത് വൃക്ഷം, പേടാണ് ദരഖ്ത് എന്ന് പറഞ്ഞാൽ. അപ്പനെ ഫൂലോംസെ സ്വന്തം പൂക്കൾ കൊണ്ട് ഇത്തനാ പ്യാർ കരേക്ക് സ്വന്തം പൂക്കളെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആര്? വൃക്ഷം പൂക്കളെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ട് അതെന്ത് ചെയ്യുന്നു? വഹുദേ സഗേ ഫൂൽ, അത് എല്ലാവർക്കും ദുനിയാക്കോബ്, ദുനിയാവിന് മുഴുവൻ, ലോകത്തിന് മുഴുവൻ അതിൻ്റെ പൂക്കൾ നൽകുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് പൂക്കൾ നൽകുന്നു. ആര്? മരം ആർക്കും പൂ തരൂല എന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കുവോ? ഇല്ല. മരം എല്ലാവർക്കും എന്ത് ചെയ്യും? എല്ലാവർക്കും പൂക്കൾ നൽകും. എല്ലാവർക്കും അവിടെ നിന്ന് പൂക്കൾ എടുക്കാം അല്ലേ? बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. बादल പറഞ്ഞ മേഘം, മേഘം. अपने जल से സ്വന്തം ജലത്തിനെ, മേഘത്തിൽ നിന്ന് എന്താണ്? മഴയായിട്ട് വരൂലേ? വെള്ളം വരും. അപ്പം ആ വെള്ളം, ആ ജലത്തിനെ ഇത്തനാ പ്യാർ കരേക്ക് ഇത്രമാത്രം സ്നേഹിക്കുന്നു. എത്രമാത്രമാണ് സ്നേഹിക്കുന്നത്? വഹ് ദേ സഗേ ജൽ ദുനിയാ കോബി, ആ മേഘത്തിലുള്ള വെള്ളം, മേഘത്തിൽ നിന്നും വരുന്ന വെള്ളത്തിനെ എല്ലാവർക്കും നൽകാൻ വേണ്ടി മാത്രം ആ ബാദൽ അതിൻ്റെ വെള്ളത്തെ സ്നേഹിക്കുന്നു. അതായത് ആ വെള്ളത്തിനെ അത് വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ആ സ്നേഹം അത് എല്ലാവർക്കും നൽകാൻ വേണ്ടി തയ്യാറാകുന്നു. വെള്ളമാകുന്ന സ്നേഹം ലോകത്തിന് മുഴുവൻ ആര് നൽകുന്നു? ബാദൽ, മേഘം നൽകുന്നു. ഓക്കെ. मैं खुद से इतना प्यार करूं कि दे सकूं प्यार दुनिया को भी. मैं खुद से, ഞാൻ സ്വയം, ഇത്തനാ പ്യാർ കരൂങ്കി ഇത്രമാത്രം സ്നേഹിക്കുന്നു. അതായത് ഞാൻ എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. നമ്മളെ തന്നെ വളരെയധികം സ്നേഹിക്കണം അല്ലേ? നമ്മളുടെ ഗുണങ്ങൾ നമ്മൾ കാണണം. നമ്മളുടെ കഴിവുകൾ നമ്മളാണ് അറിയേണ്ടത്. നമ്മുടെ കഴിവുകൾ അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ സ്നേഹിക്കണം. ദേ സഗും പ്യാർ ദുനിയാ കോബി, അപ്പോഴാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് സ്നേഹം നൽകാനും കഴിയുന്നത്. ഓക്കെ. മേ ഖുദ് സേ ഇത്തനാ പ്യാർ കരും കി ദേ സഗും പ്യാർ ദുനിയാ കോബി, ഞാൻ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ലോകത്തിന് സ്നേഹം നൽകാൻ വേണ്ടി കഴിയുന്നു. അതായത് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സ്നേഹം നൽകാൻ വേണ്ടി മാത്രം ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഓക്കെ. അതാണ് ഖുദ്സേ പ്യാർ എന്ന വളരെ ചെറിയൊരു കവിതയാണ്. വളരെ മനോഹരമായ കവിതയാണ്. ഇനി നമുക്ക് ഇവിടെ താഴെയുള്ള ഈ വർക്ക് കൂടെ ഒന്ന് നോക്കാം. ജോഡേ और वाक्य लिखे. जोड़ें और वाक्य लिखे. सूरज, पेड़, बादल, दुनिया को പാനി ഊർജ ഫൂൽ ദേത്താഹെ, അങ്ങനെയാണുള്ളത് അല്ലേ? ഇതെങ്ങനെയാണ് എഴുതേണ്ടത്? സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പം എങ്ങനെയാ ചെയ്യുക? സൂരജ് ദുനിയാക്കോ, എന്താ നൽകുന്നത് സൂര്യൻ ദുനിയാവിന്? ഊർജ അല്ലേ? ഊർജ ദേത്താഹെ, അങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുക. സൂരജ് എന്ന് എഴുതുക, പിന്നെ ഈ ദുനിയാക്കോ എന്ന് എഴുതുക, പിന്നെ എന്ത് ചെയ്യുക? ഊർജ ദേത്താഹെ. ഓക്കെ. ഈ ഊർജ എന്ന് എഴുതുക, എന്നിട്ട് ദേത്താഹെ എന്ന് എഴുതുക. ക്ലിയർ ആയോ? സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താഹെ, ഇങ്ങനെ വരും. അടുത്തത് പേട് ദുനിയാക്കോ, പിന്നെ എന്താണ്? പേട് ദുനിയാക്കോ എന്താ നൽകുന്നത്? ഫൂൽ അല്ലേ? ഫൂൽ ദേത്താഹെ. പേട് ദുനിയാക്കോ ഫൂൽ ദേത്താഹെ. ഇനി അടുത്തത് എന്താണുള്ളത്? ബാദലാണ് അല്ലേ? അടുത്തത് എന്താണ്?
ബാദൽ എന്താ നൽകുന്നത്? ബാദൽ ദുനിയാക്കോ പാനി പാനി ദേത്താ ഹെ. ഓക്കെ, ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹെ. അങ്ങനെയാണ് ഈ സെൻറ്റൻസുകൾ നമ്മൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. പഹ്ചാനെ ഓർ ലിഖേമാണ് ജീവൻ കാ ആധാർ ഹേ. ഇതൊക്കെ ജീവന്റെ അടിസ്ഥാനമാണ് അല്ലേ? മരം, സൂര്യൻ, ബാദൽ, മേഘം. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ എന്തെഴുതണം? സൂരജ് എന്നെഴുതണം. സൂരജ് എന്താണ്? സൂരജ് എന്നെഴുതാം. നമ്മളെ കവിതയിൽ ഉണ്ടല്ലേ സൂരജ് എന്ന്. ഇവിടെ എന്താ എഴുതേണ്ടത്? സൂരജ് എന്ന് എഴുതാം. പിന്നെയോ ഇതെന്താണ്? പേടാണ് അല്ലേ? ഇവിടെ എന്താണ് എഴുതേണ്ടത്? പേട് എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ നമ്മൾ എഴുതേണ്ടതാണ് ബാദൽ. എന്താണ് എഴുതുന്നത്? ഇവിടെ ബാദൽ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക, നോക്കിയിട്ട് പഠിക്കുക. നേരത്തെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, ഗുദുസേ പ്യാർ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത് എടുക്കുന്നതാണ്. ഇതിൽ ആക്ടിവിറ്റി കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ഇഷ്ടം ആ ക്ലാസ് നിങ്ങൾ കാണുക, പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.